ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് നമ്മുടെ പെരുന്നാൾ വ്ളോഗ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇടുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കാണണം. നല്ല എഫേർട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. പ്രത്യേകിച്ചൊന്നുമില്ലെങ്കിലും പെരുന്നാളാണെന്നുള്ളൊരു സംഭവം മൈൻഡിൽ വെച്ചാൽ മതി കേട്ടോ. തലേദിവസം എല്ലാവർക്കും മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ തലേദിവസത്തെ മെയിൻ പരിപാടി കുറച്ച് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൈലർമാർക്കുള്ള മെയിനായിട്ടുള്ള പരിപാടി തലേദിവസം അതൊക്കെ തന്നെയാവുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ ഇതെനിക്ക് കുറച്ച് ദിവസം മുന്നേ ഒന്ന് വേണമെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്ത് കഴിക്കാമായിരുന്നു. പക്ഷേ തലേ ദിവസം ധൃതി പിടിച്ച് സ്റ്റിച്ച് ചെയ്യണത് ഭയങ്കര രസമാണ് കേട്ടോ. ഈ സമയമില്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ ഓരോ പരിപാടികൾ ചെയ്യില്ലേ. അപ്പോൾ എന്തായാലും സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് മൈലാഞ്ചി നേരത്തെ കാലത്ത് ഇട്ട് കൊടുത്തെങ്കിലും ബാക്കിയുള്ള ട്യൂബും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെയും പിന്നാലെ നടക്കുന്നുണ്ട്. നാളെയാണ് പെരുന്നാൾ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഈ വക തിരക്കും കാര്യങ്ങളൊക്കെ വന്നത്. അർഷക്ക് മുടി വെട്ടാൻ വേണ്ടി പോയിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. വന്നപ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ടീ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അരി കൊടുക്കൽ, അരി വാങ്ങൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. തലേ ദിവസത്തൊക്കെയാണല്ലോ മെയിനായിട്ട് ഉണ്ടാവുക. അങ്ങനെ 3 kg ഓരോരോ കിറ്റുകളാണ് കേട്ടോ നമ്മളെ വീട്ടിലോട്ട് വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരു വീട്ടിൽ നമുക്ക് നാളെ എന്തുണ്ടാക്കണം എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കണം. എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ പെരുന്നാളും കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടവർക്കറിയാം എല്ലാവരും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ എല്ലാവരും കൂടെ തലട്ടൊക്കിയിട്ട് ലിസ്റ്റൊക്കെ എല്ലാ സാധനങ്ങളും ഇല്ലെന്നൊക്കെ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3 ആൾക്കാർ 3 വഴിക്ക് പോയിട്ടോ. പിന്നെ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഓല ഇറങ്ങിയിട്ടുള്ളത്. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായ ശേഷം പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലൊക്കെ ആയിരുന്നു. ഇത് കുട്ടികളുടെ ഒരു സന്തോഷത്തിനാണ്. ഓൽക്കിപ്പോൾ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഓൽക്കാണല്ലോ ശരിക്കും പെരുന്നാൾ. നമ്മുടെയൊക്കെ പെരുന്നാൾ ചെറുപ്പത്തിൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ പോവാം. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പം 7:30ക്കാണ് നമ്മുടെ പള്ളിയിൽ പരിപാടികളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മക്കളെയൊക്കെ നീപ്പിച്ച് മാറ്റാൻ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായില്ല. കാരണം പെരുന്നാളാണെന്ന് അറിയുകൊണ്ട് എല്ലാവരും നേരത്തെ നീറ്റു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ അർഷാക്ക് സെറ്റ് ചെയ്യാണ് എല്ലാം കൂടെ. ഇസു പള്ളിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉറങ്ങിയത്. പക്ഷേ വിളിച്ചപ്പോൾ നീറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ അർഷാക്കിന് ഒറ്റയ്ക്ക് പോയി. എല്ലാവരും പറഞ്ഞയച്ച് ഞാൻ നേരെ പോയത് താഴത്തേക്കാണ് കേട്ടോ. താഴത്ത് നമ്മുടെ കാക്കുൻ്റെ വീട്ടിൽ ഫുഡ് സെറ്റ് ചെയ്യണ സംഭവങ്ങളൊക്കെ താത്തയാണ് കേട്ടോ അന്നത്തെ കുക്ക്. അങ്ങനെ എല്ലാവരും പോയപ്പോഴാണ് കേട്ടോ അപ്പോൾ എനിക്ക് നേരെ വെളുത്തത്. അങ്ങനെ ഓനൊക്കെ നീപ്പിച്ച് കുളിപ്പിച്ച് മാറ്റി. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റാത്ത സങ്കടം. അങ്ങനെ ഞാൻ സോപ്പിട്ട് കുപ്പിയിലാക്കി താഴത്തേക്ക് പോയിട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വായെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എപ്പിച്ച് വന്ന് ഞാൻ ടൂറ് പോകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ ഓക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഓനെ ഇറക്കി വിട്ടത്. പാവം തോന്നി എനിക്ക്. പക്ഷെ അവൻ ആ സമയത്ത് എത്ര വിളിച്ചപ്പോഴും നീറ്റില്ല. അർഷക്ക് വന്നപ്പോൾ പിന്നെ പരാതിയായിരുന്നു കേട്ടോ. എന്നെ പള്ളിയിൽ കൊണ്ടാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അർഷാക്കും നൗഷക്കാക്കും കൂടെ പല പൊസിഷനിലും പല രീതിയിലൊക്കെ നിന്നിട്ടുള്ള ഫോട്ടോഷൂട്ടായിരുന്നു. അങ്ങനെ കുട്ടികളുടെ ഇപ്പാൻ്റെയും എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളൊന്നും ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെയായിട്ട് എടുത്ത് പള്ളിയിൽ പോയി വന്നവരൊക്കെ ഡ്രസ്സൊക്കെ അരപ്പാക്കുന്നതിന് മുന്നേ നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്നാൾക്ക് 3 ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ഒരാൾ ഇവിടെ ഇല്ല. അപ്പം സിദ്ദിഖാക്കാൻ്റെ ഫാമിലിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സിദ്ദിഖാക്കാൻ്റെ വൈഫ് പ്രസവിച്ച് കിടക്കുകയാണ്. ഇത് ഞാൻ 1 മണിക്ക് കുത്തിയരച്ച മൈലാഞ്ചി ഡിസൈനാണ് കേട്ടോ. രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് സിദ്ദിഖാക്ക് കൊടുത്തിട്ട് കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ വെറുതെ 8:10 എന്ന് പറഞ്ഞിട്ട് ഇതിന് നടന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടോ. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ചു. ഫുഡ് സെറ്റ് ചെയ്തത് നമ്മുടെ മൂത്ത താത്തയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് പെറുക്കി തിന്നലുന്ന പരിപാടിയായിരുന്നു. തുടക്കം കുറിച്ചത് ഞാനാണ്. പിന്നെ എല്ലാവരും കൂടെ കൂടി അത് അടിപൊളിയാക്കി. ഇപ്പം വന്നപ്പോൾ ഇതിന് അണ്ടിപ്പരിപ്പ് കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഇപ്പപ്പാക്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഫുഡ് വിളമ്പണ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. നമ്മുടെ ചോറും ചിക്കൻ മസാലയാണ്. അത് സെപ്പറേറ്റ് ആയിരുന്നു. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ അർഷാക്കും കൂടെയാണ് ഫുഡൊക്കെ സെറ്റ് ചെയ്തത്. ഞങ്ങളെ വിളമ്പലുണ്ടാത്തോന്നും ഞങ്ങളാണ് കുക്ക് ചെയ്തതെന്ന് അല്ല കേട്ടോ. താത്തയാണ് എല്ലാം സെറ്റ് ചെയ്തത്. ഞാൻ വല്ലാതെ ഒന്നും ഈ ഏരിയക്ക് വന്നിട്ടില്ല. എന്തായാലും അർഷാക്കിന് കഴിക്കാൻ നേരം വൈകിക്കൊണ്ടാണ് കേട്ടോ ഈ വിളമ്പാനൊക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്കൊക്കെ നിൽക്കലില്ല. അപ്പോൾ അതേ ഞങ്ങൾ ചോറും ഒക്കെ റെഡിയാക്കി കുട്ടികൾക്കും ആദ്യം കാക്കാരും ഉപ്പൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് മക്കളെയൊക്കെ ഫാദേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളും കഴിക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ കോൾ ഓഡിയോ കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ വിളിക്കും. നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഇതാണ് പരിപാടി. അപ്പോൾ എല്ലാവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴം കഴിച്ചു കേട്ടോ. ഇത് സിദ്ദിഖാക്ക് കൊടുത്തയച്ചാണ്. വല്ലാണ്ട് പഴുത്തിട്ടില്ല. പക്ഷെ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ അതൊക്കെ കഴിച്ച് കുറച്ച് നിലത്തൊക്കെ ഇട്ടുണ്ട് ചെറുക്കൻ. എന്നാലും നമ്മൾ പെറുക്കിയെടുത്ത് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ. സിദ്ദിഖാക്കാൻ്റെ 2ാമത്തെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബർത്ത്ഡേ. അപ്പോൾ ഇന്നാണ് കേക്ക് മുറിക്കണത്. അങ്ങനെ കേക്ക് മുറിച്ച് അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ പീസ് ആക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അതിന് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. നൗഷക്കാക്കാനെ വിളിച്ചു. കാക്ക അടുക്കളയിൽ നിന്നൊരു കത്തിയൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ അളന്ന് മുറിച്ച് എല്ലാം വൃത്തിയാക്കി എല്ലാവർക്കും കൊടുത്തു കേട്ടോ. കുട്ടികളെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിദ്ദിഖാക്കാൻ്റെ കുട്ടികളെ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുന്നാൾ
സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ആക്കി കൊടുക്കാൻ ചെയ്തു. തിരക്കിൻ്റെ ഇടപെട്ട ഒരു കേക്കിൻ്റെ പീസ് എടുത്ത് കഴിച്ച് ഞങ്ങൾ നേരെ പോണത് തറവാട്ട് കാണട്ടോ. അവിടെ ഉമ്മമ്മ ഉണ്ട്, ഉമ്മമ്മനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. റോട്ടിൽ ഫുള്ള് വെള്ളമാണ്, അപ്പോൾ നമ്മൾ വഴിക്ക് വീഴാതെ വേണം പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അമ്മിക്കുട്ടിയും കൂടെ തിളക്കത്തിലെ ദിലീപും സുനിൽകുമാറും പോണമാതിരി ഇങ്ങനെ പോയിട്ടോ. പാട്ടൊക്കെ പാടിയിട്ട് അത് കഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്കുള്ള യാത്രയാണ്. വൈകുന്നേരമാണ് കേട്ടോ പോണത്. ഞാനും 3 മക്കളും കുറച്ച് ബാഗില്ല കവർ. അങ്ങനെ നമ്മൾ റോഡ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ റോഡ് പണി കഴിഞ്ഞിട്ടില്ല എന്ന് കരുതിയിട്ട് നമുക്ക് യാത്ര ഒന്നും പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ വീട്ടിലെത്തിയിട്ടോ. ഇത് പിറ്റേ ദിവസമാണ്, വേണമെങ്കിൽ 2ാം പെരുന്നാൾ എന്നൊക്കെ പറയാം. അങ്ങനെ ഇന്നത്തെ കുക്ക് നമ്മുടെ മമ്മിയാണ് കേട്ടോ. ഇവിടെ എത്തിയ പിന്നെ നമുക്ക് മടിയാണല്ലോ. അങ്ങനെ അമ്മ പാവം എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. രാവിലത്തെ ഒരു തിരക്കാണ് കേട്ടോ. കുട്ടീനെയും കൈ പിടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എനിക്കുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ നല്ല ശരി, അപ്പോൾ പിന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ അമ്മ അതേ ചിക്കനൊക്കെ ഫ്രൈ ഉണ്ട് കേട്ടോ. അമ്മ എന്തൊക്കെയാണ് ഉണ്ടാക്കിക്കണമെന്ന് ഗ്യാസ് ഉണ്ടപ്പോഴേക്കും മനസ്സിലായി. പിന്നെ ഞാനൊന്ന് ചോദിക്കാനും പറയാനും നിന്നില്ല. കഴിക്കാൻ നേരത്തെ അറിയണതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെ അതേ ചായ അല്ല കേട്ടോ, ഞാൻ കുറച്ച് ഹോർലിക്സൊക്കെ കുത്തി കഴിക്കാൻ കരുതി. ഇവിടെ വരുമ്പോൾ മാത്രമേ ഈ പരിപാടി ഒരു രസം, ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ ഇത് മാത്രം അമ്മ ഉണ്ടാക്കി തരില്ല കേട്ടോ, ബാക്കിയുള്ളതൊക്കെ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ ഉണ്ടാക്കണം. അങ്ങനെ ഐസുവിനെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ കഴിച്ചു. ഓനക്കാണെങ്കിൽ എന്തെങ്കിലും കയ്യിൽ കണ്ടാലും അതൊക്കെ കഴിക്കാൻ വേണം കേട്ടോ. എന്തെങ്കിലും നല്ല അത് കഴിക്കണമാണ് എന്ന് പറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിനൊക്കെ ഇങ്ങനെ എത്തിണ്ടോ നോക്കണേ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തിന്നാനും കുടിക്കാനും ഒരു ഇടങ്ങേറായിരിക്കാം, പിന്നെ കൊടുക്കാനും പറ്റൂല. ചില സമയത്ത് കൊടുക്കാതിരിക്കാനും എനിക്ക് തോന്നലുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുട്ടും കടലയും ചിക്കൻ ഫ്രൈയും. നോമ്പിനൊന്നും ഈ സാധനം കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് പുട്ടും കടലയും ഭയങ്കര ടേസ്റ്റ് അല്ലേ. അതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ പായസമാണ് കേട്ടോ കുടിച്ചത്. ഇപ്പോൾ വരുമ്പോൾ കൊടുന്നതാണ്. ഇവിടെ വീടിൻ്റെ അടുത്തില്ലേ കുറച്ച് ചേച്ചിമാർ പായസം വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് പേരുള്ള നമ്മൾ അതുകൊണ്ട് കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ നമുക്ക് തികഞ്ഞില്ല എന്നുള്ളതാണ് നല്ല സത്യം. അതങ്ങനെ തന്നെയാണല്ലോ, നല്ല പായസപ്രിയരുള്ള വീട്ടിൽ ഇതൊന്നും തികയില്ല. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കുള്ള ഫുഡ് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പോഴാണ് ഉള്ളി കരിയണത്. ഉള്ളി വരുമ്പോൾ മനസ്സിലാക്കാൻ നമ്മളൊന്ന് ബിരിയാണി ഉണ്ടാക്കി പോണത്. നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ശർക്കര അതിൻ്റെ ഇടയിൽ മുന്തിരിയൊക്കെ കഴുകി കൊടുത്തിട്ട് തരാതെ തിന്നുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാൻ വലിച്ച് പറിച്ച് തിന്നുള്ള പരിപാടിയാണ് കേട്ടോ. എനിക്ക് തരില്ല, കാരണം ഞാൻ ഒരുപാട് വാരി എടുക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ ഒരു കൈ കൊണ്ട് വാരാൻ പറ്റുന്നിടത്തോളം ഞാൻ വാരിയിട്ടുണ്ട്. മറ്റേ കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് കാര്യമായിട്ട് അങ്ങോട്ട് വാരാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ നേരെ അമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ ചിക്കനിലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ബിരിയാണിയിലെ മസാലയൊക്കെ സ്പെഷ്യലല്ല, കുറച്ച് തിരുത്തലുകൾ വരുത്തിയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. പീസൊക്കെ വലുതായിട്ട് കാണാറുണ്ട്, സാധാരണ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ഉണ്ടാവാറുണ്ടോ. എന്തായാലും ഇന്നത്തെ ബിരിയാണി അടിപൊളിയായിരിക്കും എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അമ്മ കുറച്ച് എന്താ പറയുക തിരുത്തലുകളൊക്കെ വരുത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. അങ്ങനെ അമ്മ അതൊക്കെ ഫ്രൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ നിന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ, വെറുതെ ഇങ്ങനെ നോക്കുത്തിയോളം മതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകാണ്. അമ്മയോട് ക്യാമറയൊക്കെ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മേൻ്റെ ഒരു സ്വഭാവമാണ്. പിന്നെ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ യൂട്യൂബ് ഡിലീറ്റ് ചെയ്തല്ല റിമൂവ് ചെയ്ത് കളഞ്ഞാൽ കേട്ടോ. കാര്യം ആദ്യത്തെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട വീഡിയോയിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ചൈൽഡ് അബ്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് റിമൂവ് ചെയ്തു. ഇവിടെ ഇതൊക്കെ ഉണ്ടോ, ചിക്കൻ തരൂ വെച്ചിട്ട് ഉമ്മാനെ ഇടങ്ങാറാക്കണ്. 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പം മാറ്റി വിട്ടു. അങ്ങനെ ഷാക്കിര ഡ്രസ്സൊക്കെ മാറിയിട്ട് എങ്ങോട്ടോ പോകാനുള്ള പരിപാടിയാണ്. പെരുന്നാളായിട്ട് ഓൻ ഭയങ്കര തിരക്കാണ്. ഇപ്പാക്ക് ഉള്ളിയരിഞ്ഞ് മതിയായില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ഉള്ളിയും കൂടി എടുത്തു. കുറച്ച് സലാഡ് ഉണ്ടാക്കാമെന്ന് കരുതി. കട്ട് ചെയ്ത് ആ റെങ്കിലിങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് പൈനാപ്പിളും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഞാൻ പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല തിക്കായിട്ടുള്ള ജ്യൂസായിരുന്നു കേട്ടോ. നല്ല തണുപ്പിൽ നമ്മൾ കുടിച്ചു. അപ്പോൾ ഒരു റീഫ്രഷ്മെൻറ്റ്. അങ്ങനെ അമ്മ ചൂടത്ത് നിൽക്കൽ കരുതിയിട്ട് അമ്മക്ക് ഒരു ഗ്ലാസ് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അനിയത്തി വന്നു വിത്ത് ഓളുടെ കുട്ടി. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടീനോളൊന്ന് മാറി എടുത്തു. കുട്ടിക്കാണെങ്കിൽ ഓളെ കണ്ടപ്പോൾ ഇതേ പീ താത്താന്നുള്ളൊരു ചിന്തയിലായിരുന്നു. ഇമ്മ കണ്ട പണി അതുകൊണ്ട് ഇങ്ങോട്ട് വരാതെ അപ്പുറത്ത് നിന്നിട്ട് തന്നെ വർത്താനം പറയാൻ കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തു. ചോറും മസാലയൊക്കെ സെപ്പറേറ്റ് ആയിരുന്നു. അത് അമ്മേൻ്റെ രീതിയിൽ വിളമ്പി നമുക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിറ്റേ ദിവസം സയാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. പക്ഷെ ബർത്ത്ഡേക്ക് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. നമ്മൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങി അങ്ങോട്ട് കട്ട് ചെയ്തു. ഓൻ്റെ ഒരു സന്തോഷത്തിന് കേട്ടോ. ആദ്യം കേക്കൊന്നും വാങ്ങൂല എന്ന് പറഞ്ഞാണ്. ഇതോടെ കേക്ക് നിർത്തി എന്നാണ് കേട്ടോ അർഷാക്ക് പറഞ്ഞത്. ഇനി മുതൽ കേക്കൊന്നും ഇല്ലാന്ന്. എന്തായാലും ആ കേക്ക് മുറിച്ചിട്ട് നമ്മൾ ബർത്ത്ഡേയുടെ സന്തോഷം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വിശേഷം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ ഇതൊക്കെയായിരുന്നു നമ്മൾ പെരുന്നാൾ, ബർത്ത്ഡേ, 2ാം പെരുന്നാളൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മുടെ കാരണം പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വേറെ നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിലെല്ലാവർക്കും ടാറ്റാ.